മാടി സ്റ്റോപ്പ് മാടി. തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ, തിരുപ്പതി മുട്ട ഗോവിന്ദ. എവിടെ? ഹായ്, തിരുപ്പതി മുട്ട ഗോവിന്ദ. ഈ കുട്ടിക്ക് വേണ്ടി നേർന്ന നേർച്ച മുട്ട ഏത്? ഒന്ന് നേരി കാണിക്കാൻ കൊണ്ടുവന്നതാ. മോളി കിടപ്പ് കണ്ട എന്തൊരു പാവ ബില്ലാന്തി. അമ്മ അമ്മുമ്മ അശായി അമ്മ അമ്മുമ്മ അല്ലേ? നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഇവളെ വെറുതെ നടന്ന എന്നെ കാശ് കൊടുത്ത് തല്ലിച്ചവളാ. എല്ലാം ഡോക്ടർ പറഞ്ഞു. പാവ എന്റെ പാവാണെങ്കിൽ മോളെ വല്ല മറത്തി കൊണ്ട് ചേർക്ക്. ആദ്യം സിസ്റ്ററോ പിന്നീട് മദർ ആയിക്കോളൂ. അല്ല അവിടെ ഫാദേഴ്സ് എല്ലാം ഉണ്ടല്ലോ. സംസാരിച്ച സമയങ്ങളെ എന്റെ വാച്ചില്ല. ഞാനിന്നെ അറച്ചമുട്ടൊന്ന് ഒഴിഞ്ഞെടുത്തോട്ടെ. മണ്ടോതിരി മന്ദാകിനി. സോറി, ഞാൻ നിങ്ങളെ വിളിച്ചല്ലോ, മോളെ വിളിച്ചതാ. ദേഷ്യം കൊണ്ടാ. ഞാനൊരു നേർച്ചമുട്ട നേർന്നപ്പോഴേക്കും ദൈവം നിന്നെ വീഴ്ത്തി. ഇനി നീ ഇവിടുന്ന് എഴുന്നേക്കുമ്പോഴേക്കും ഞാൻ അടുത്ത മുട്ട നേരും. അതിലും നീ വീഴും. ഇതുപോലെ കിടക്കും. അവിടെ നിന്ന് എഴുന്നേക്കുമ്പോ ഞാൻ അടുത്ത മുട്ട നേരും. അതിലും നീ വീഴും. അവിടെ നിന്ന് സുഖമായിട്ട് അടിക്കുമ്പോ ഞാൻ ഇവന്റെ വേണ്ട. ഇത് എന്റെ അച്ഛന്റെ അമ്മ തട്ടിപ്പോവാൻ വേണ്ടി എന്റെ അമ്മ ഉടുമ്പിൽപേട്ടയ്ക്ക് നേർന്നേക്കണതാ. ആ മുട്ട പൊട്ടിപ്പോട്ടേ. എല്ലാം കഴിഞ്ഞ് അവസാനം എന്റെ ഒരു മൊട്ടടിയുണ്ടീ ബുൾസൈ പോലെ. അതോടുകൂടി നീ പൊട്ടാറടങ്ങി അമ്മേ വല്ലതിന്റെ എന്ന് പറഞ്ഞ് കിടക്കൂടി വെള്ളപ്പിശാശേ. കണ്ണു തുറക്കണ കണ്ട ബന്ധു കഴിഞ്ഞിട്ട് ചില കടകള് തുറക്കണ മാതിരിയാ. എന്താടി നോക്കണേ? നേർച്ച മുട്ട കണ്ടോ? കണ്ണുമിഴിച്ചു കണ്ടോ? കണ്ടാ ബോധം വീണില്ല. അപ്പോഴേക്കും ചേട്ടാന്ന് വിളിച്ചു. എന്താ ചേട്ടാ ഇത്? ചേട്ടനാ? ആര്? നല്ല ആളാ. കിടന്നോളൂ, ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. ആ ഡോക്ടർ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതെന്റെ ഭർത്താവാ. ഇതെന്റെ മക്കളാ. ഈ കുരങ്ങനില്ല കേട്ടോ. എന്റെ മോള്. ഓ, എന്റെ പൊന്നുമോള് പേടിച്ചു പോയോ? അമ്മയ്ക്ക് ഒന്നുമില്ലടാ. കണ്ട അപ്പോഴേക്കും മുട്ട കണ്ടില്ലേ ഡോക്ടർ? ഇതാ സ്വഭാവം. എനിക്കൊന്ന് തല ഇറങ്ങിയാ മതി, അപ്പോഴേക്കും നേരും. പക്ഷെ സ്നേഹം കൊണ്ടാ. ബോധം പോണതിന് മുമ്പ് ചേട്ടനെ കൊണ്ട് ലോകനാർക്കാവിൽ ശയനപ്രദർശനം നടത്താൻ നേർന്നിട്ടുണ്ട്. ശയനപ്രദർശന എന്നെ കിട്ടുന്നില്ല, നിന്റെ അച്ഛനെ കൊണ്ടേക്ക്. എന്താ ഏട്ടാ ഇത്? പിള്ളേരുടെ മുമ്പിൽ ചണങ്ങിനൊക്കെ പറയണേ. അച്ഛനെ കണ്ടല്ലേ കുട്ടികളും പഠിക്കുക. അച്ഛനാ? അമ്മ തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ വല്ല ക്ലിന്റൺ മൊണീക്ക. മനുഷ്യനോട് പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോൾ അവന്റെ ഒരു ഞൗണിക്ക. പൂജമോളെ എന്താ ഇതൊക്കെ? ആരാ ഇവരൊക്കെ? എന്തിനവര് വീണ്ടും വന്നേ? മറ്റാരുമല്ല, എന്റെ ബന്ധുക്കളാ. മുട്ട നേർച്ച ഉൾട്ടി അടിച്ചെന്ന് തോന്നണേ. ഡോക്ടർ എന്താ ഇതൊക്കെ? ഒക്കെ പറഞ്ഞുതരാം, വരൂ. വേണ്ട വേണ്ട, ഞാൻ പോവാ. ഇനി ഇവിടുന്ന പ്രശ്നം. മിസ്റ്റർ സിദ്ധാർത്ഥൻ, പ്ലീസ് കം. വേഗം കമ്മാൻ. എന്റെ കുട്ടികൾ ധൃതിയില് വന്നോണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. തേങ്ങ ആഹാ എന്ത് ചർച്ച. തലയും തേങ്ങ ഒരു പോലെ. സത്യം കേട്ടോളൂ ഡോക്ടർ. മുഖം നോക്കി ചീത്ത വിളിച്ചിട്ടുണ്ടെന്നല്ലാതെ ഭർത്താവെന്നോ അച്ഛനെന്നോ വിളിക്കാനുള്ള ഒരു തെറ്റും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ചെയ്തിട്ടില്ല. ഡോക്ടറെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും. ആ കുട്ടിയുടെ അസുഖം എന്താണെന്നറിയാവോ തനിക്ക്? വാട്ടല്ല വട്ട്, വായിക്ക് ദീർക്കില്ല. മിസ്റ്റർ സിദ്ധാർത്ഥൻ, റീസെന്റ് മെമ്മറിയിൽ എവിടെയോ പതിഞ്ഞ രൂപം ഇപ്പൊ ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. നിങ്ങളിലൂടെ എനിക്ക് ആ കുട്ടിയുടെ മനസ്സിലെത്താനൊക്കൂ. എന്ന് വെച്ചാ അവൾ പറയുന്നത് എന്തും തൽക്കാലം അംഗീകരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഡോക്ടർ? ഒരിക്കലും തിരിച്ചറിവ് കിട്ടാതെ ആ കുട്ടിയുടെ മനോനില വഷളാകും. ചിലപ്പോൾ ഭ്രാന്തിന്റെ ചേഷ്ടകൾ പോലും കാണിച്ചേക്കാം. അപ്പൊ എന്റെ സഹായം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കല്ലോ ഡോക്ടർ? ഓ, അപ്പൊ എന്റെ നേരത്തെ ശരിക്കും വലിച്ചു. ഇനി ഇതിന്റെ പേരിൽ പടക്കം പൊട്ടിച്ച് എനിക്ക് വീണ്ടും ആഘോഷിക്കണം. ഒരല്പം മനുഷ്യത്വം ഇല്ല ഡോക്ടർ. എന്റെ മനുഷ്യത്വം ഹൃദയസ്തംഭനം കൊണ്ട് നേരത്തെ മരിച്ചു. അവൾക്ക് മുഴുവട്ടായി കഴുത്തിലും കാതിലും ചെമ്പരത്തിപ്പൂവും വെച്ച് ഇംഗ്ലീഷിൽ തെറിയും തുപ്പി അവൾ ഈ കൊടക് തെരുവിലൂടെ ഇങ്ങനെ തുള്ളി നടക്കുന്നത് എനിക്ക് കാണണം. അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. കൊള്ളാം, ഗംഭീരൻ പെർഫോമൻസ്. ഇതെന്താണെന്ന് ഓർമ്മയുണ്ടോ?
ഈ കുടകിൽ വെച്ച് മാനസികമായും ശാരീരികമായും എന്ത് സംഭവിച്ചാലും അതിന് ഏക ഉത്തരവാദി താനാണ് എന്ന് സ്വന്തം കൈപ്പടയിൽ രേഖാമൂലം അവൾ എഴുതി ഏൽപ്പിച്ച പെറ്റീഷൻ. സാർ, അതിന് ഞാൻ കാരണം അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇതിൽ കൂടുതൽ ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? സത്യമായിട്ട് ഇതിന് മാത്രം ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, രാവണനെ കൊന്ന രാമനാണോ? അതെ. കംസനെ കൊന്നത് കൃഷ്ണനാണോ? അതെ. ഭഗനെ കൊന്നത് ഭീമനാണോ? അതെ. എങ്കിൽ അവളെ കൊല്ലാൻ ശ്രമിച്ചതും താനാണ്. അതെ. ആണല്ലേ? അയ്യോ, അത് ഞാനല്ല. അപ്പൊ പിന്നെ ബാക്കിയല്ല താനാണോ? അയ്യോ, അതും ഞാനല്ല. പഴയ കേസ് എന്റെ തലേ കെട്ടി വെക്കാൻ നോക്കല്ലേ സാറേ. സൈലൻസ്. തിരിച്ചറിവ് കിട്ടി എന്നവൾ രേഖാമൂലം താൻ ശത്രുവല്ല എന്ന് എഴുതി തരുന്നുവോ അന്നേ നിയമത്തിന്റെ ശിക്ഷയിൽ നിന്നും തനിക്ക് രക്ഷയുള്ളൂ. തിരിച്ചറിവ് കിട്ടിയാലും അവളെന്നെ ഒറ്റ കൊടുക്കും. അത് തന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഈ നിമിഷം മുതൽ ഡോക്ടർ പറയുന്ന എന്തും നീ അനുസരിച്ചിരിക്കണം, അവൾ പറയുന്ന എന്തും നീ അംഗീകരിച്ചിരിക്കണം. സാർ, ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണം. നിനക്ക് കരുതി വെച്ച ശിക്ഷയിൽ ഇത് എത്രയോ നിസ്സാരം. ഡോക്ടറോടൊപ്പം പോകൂ. സാർ, ഞാൻ പോകാൻ വരൂ. ഇത് ഡോക്ടറോ അത് ആരാച്ചാരോ? മോളെ വാ മോളെ. എവിടേക്കാ ഇവരെന്നെ വിളിക്കണേ? നമ്മുടെ വീട്ടിലേക്ക്. കണ്ടില്ലേ ദേ ബംഗ്ലാവ്? അതെ, ഇനി മുതൽ സുഖസമൃദ്ധിയോടെ നമ്മൾ ഈ ബംഗ്ലാവിൽ താമസിക്കാൻ പോണേ. എന്തൊക്കെ മണ്ടത്തരങ്ങൾ ഇയാൾ പറയണേ? അതല്ലേ നമ്മുടെ വീട്. എന്റെ ഈശ്വര, ഇവളെന്റെ ഫോട്ടോയിൽ മാലയിടിക്കോ? വാ മക്കളെ, നമുക്ക് പോവാം. മക്കളോ? അതപ്പോഴാ സംഭവിച്ചത്. ഒരു വെളിപ്പാടാകലേ, അത്രയല്ലേ ഉള്ളൂ. അവിടെ അവൾ തീർത്തും സുരക്ഷിതയായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ അച്ഛൻ എന്തെടുക്കുവാ? ദേ, ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? അച്ഛനോ? അത് ഏത് വകുപ്പില്? എല്ലാം സമ്മതിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ വയലന്റ് ആവും. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും വേണം ഇല്ലാതാക്കാൻ. എല്ലാവരും ചേർന്ന് എന്നെ ഒരു പേപ്പട്ടിയാണല്ലേ പോറ്റാൻ ഏൽപ്പിക്കുന്നത്. പ്രായം തികഞ്ഞ പെങ്കൊച്ച, തന്റെ മുഖലക്ഷണവും ശരീരശാസ്ത്രവും കണ്ടിട്ട് എനിക്കൊട്ടും വിശ്വാസമില്ല. അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ നട്ടല്ലൂരി ഞാൻ പോലീസിൽ ചേർക്കും. അതെ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒന്നിങ്ങോട്ട് വരുന്നുണ്ടോ? പിള്ളേർക്ക് വിശക്കുന്നുണ്ടാവും. അനുഗ്രഹിക്കണം. എന്നാ ഞാൻ അങ്ങട്. എക്സ്ക്യൂസ് മീ. നിനക്ക് അനുഗ്രഹം വേണോ? വരി. പോടാ. ഡോക്ടറിനോട് യാത്ര പറയാൻ മറന്നുപോയി. മോളെ പിടിച്ചു. വാ മോളെ. എങ്ങനെയുണ്ട് അങ്കിൾ എന്റെ പെർഫോമൻസ്? കൊള്ളാം, ഇനി സൂക്ഷിക്കണം. മക്കളെ വേഗം കഴിക്കേ. നൂറൂട്ടം പണിയുണ്ട്. ഉച്ചത്തേക്കുള്ളത് ഒന്നും ആയിട്ടുമില്ല. ദേ, ഒരൊറ്റ കഷ്ണം ബാക്കി വെച്ചേക്കരുത്. ഇങ്ങനെ കളിച്ചു നടക്കും. കുട്ടികളായ ഇത്തിരി അനുസരണയൊക്കെ വേണ്ടേ? അതെങ്ങനെയാ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? ശോ, വീണ്ടും അണഞ്ഞു. പച്ച വിറകല്ലേ, എങ്ങനെ കത്താനാ? മരുന്നിന് പോലും ഇവിടെ ഒരു ഉണക്കവിറകില്ല. ലോകത്തുള്ള എല്ലാ പുരാവസ്തുക്കൾക്കും വില പറയും. എന്നാ അടുക്കളയിൽ ഒരു മിക്സി, ഒന്നും വേണ്ട ഒരു ഗ്യാസ് അടുപ്പ്. വല്ലാത്തൊരു ഭർത്താവിനെയാണല്ലോ ഭഗവാനെ എനിക്ക് കിട്ടിയത്. ഉപദ്രവിക്കോ? അയ്യോ, അങ്ങനെ പറയല്ലേ. പാവ, ഞങ്ങൾ ഒരുപാട് ഇഷ്ടാ. ഇഷ്ടം വെച്ചാ എങ്ങനെ? എന്നെക്കാളും ഇഷ്ടാ? അത് ഇഷ്ടം പറഞ്ഞ അമ്മയില്ലേ, അതുപോലെയാ. വേഗം പൊയ്ക്കോ, അമ്മ കണ്ടാ ചീത്ത പറയും. ഫ്രഷ് പാലാ. ഫുൾ
കെട്ടി അടിച്ചെന്നോ തോന്നണേ. എപ്പ നടന്നു? നിനക്ക് എത്ര മാസായി? നിന്റെ വയറ്റാട്ടി അവളുടെ വരോടാ ഞാൻ. ആ രാക്ഷസി ദോശയുടെ കൂടെ ചട്നിയാണെന്ന് പറഞ്ഞ് എനിക്ക് അരച്ചത് ചോരയും ചെയ്യാൻ മരുന്നടാ. ഒരു പ്രശ്നം കിട്ടുവോ? ക്ലോസറ്റ് കഴിയുന്ന പ്രശ്നം മതിയോ? അവക്ക് തിരിച്ചറിവിടുന്നതിന് മുമ്പ് എന്നെ പെട്ടിയിൽ അടയ്ക്കാവോ? അങ്ങനെ തന്നെ വേണടാ തിരുമണ്ട. എന്റെ ഭാഗ്യത്തിനാ അവള് തന്ന ദോശയും ചട്നി ഞാൻ കഴിക്കാൻ. ഞാൻ ഒരു ഗ്ലാസ് പാല് മാത്രം കുടിച്ചോളൂ. ചേട്ടാ പാൽപ്പൊടി കഴിഞ്ഞു കേട്ടോ. ആകെ ഉണ്ടായിരുന്ന രാമാനുജന് കലക്കി കൊടുത്തു. വൈകുന്നേരം വരുമ്പോ വാങ്ങിച്ചോണ്ട് വരണേ. നീ ഇതിന്നാണോ അവന് പാൽപ്പൊടി കലക്കി കൊടുത്തത്? അതെ. എടാ ഇത് വിമ്മാടാ. എടാ വിമ്മാടാ. എന്റെ അമ്മേ. ഓയ്യോ, മാറിക്കോ. അയ്യോ എന്താടാ? ഞാനൊരു തുണി കീറിയതാ. അയ്യോ, ഇത് സാധാരണ കീറലല്ല, തുന്നാൻ ടൈലർ വേണ്ടി വരും. എന്തെങ്കിലും നോക്കണേ. ഒക്കെ നേരിൽ കണ്ടു. എന്തൊക്കെയാണ് ചുറ്റിനെ വിളിക്കുന്നേ? ഭർത്താവ്, അച്ഛൻ. അകത്തുള്ളതിനേക്കാളും വലിയ വട്ടായോ നിനക്ക്? തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അത് അവര് ഊതിയിട്ടായിരിക്കും. എന്റെ ഈശ്വരൻ, നിനക്കറിയോ, ശരീരം ചെയ്യാത്ത കുറ്റത്തിനാ എന്റെ പാവം മനസ്സിങ്ങനെ വേനിച്ചോണ്ടിരിക്കണേ. അതിന്റെ ഇടയിൽ നീയും കൂടി ഇങ്ങനെ ആരേത്? ആ ചട്നി നന്നായിരുന്നു കേട്ടോ. ആരാതെന്ന്? നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന പാട്ട് ടീച്ചറാ, ഗൗരി അല്ലേ? ആര് പഠിപ്പിച്ചിട്ടും പിള്ളേര് ചൊവ്വായിട്ടില്ല. പിള്ളേർക്ക് ഇന്ന് പോളിയോ കൊടുക്കേണ്ട ദിവസം മറന്നുപോയോ? അയ്യോ, അവർക്ക് പൊള്ളിയാ പോളിയോ. ഓ അങ്ങനെ. എന്തിനെങ്ങനെ നിക്കുന്നേ? ഇവിടെ ആട്ടവും പാട്ടവും ഒന്നും വേണ്ട. പറയുന്ന കേൾക്കുന്നില്ലേ? ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? പോയിക്കൂടെ? ഇനി കൊടക് ഭാഷ തന്നെ പറയണോ? ഒമ്മയില്ലും ചാപ്പോ, ഒമ്മയില്ലും ചാപ്പോ. നിന്നെ ചെറുമാടി എന്നെ പേടിപ്പിച്ചു. നാണല്ലോ. ചുമ്മാതല്ല, കണ്ട ആട്ടക്കാരികളൊക്കെ തലക്കറി നടക്കണേ. പിള്ളേര് മൂന്നായി, എന്നാലും വായി നോക്കി നടന്നോളും. ഇങ്ങനെ ഒരു വായി നോക്കിയ ഭർത്താവിനാണല്ലോ എനിക്ക് കിട്ടിയത്. വെടിക്കെട്ട് കഴിഞ്ഞു വരാ. ഇന്ന് ഇവിടെ ഞാൻ കൊല്ലും. ജയ് ശ്രീറാം. ഓക്കെ. അടിക്കരുത്. എന്നെ കരയിപ്പിച്ചോണ്ട് കുരങ്ങിന്റെ വേഷം കെട്ടിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാ. അയ്യോ, ഹനുമാനെ കുരങ്ങെന്ന് വിളിക്കാൻ പാടില്ല. ഇത്തിരിക്കോളം വന്ന കുറുന്തോട്ടയ്ക്ക് വേണ്ടി മല പൊക്കിക്കൊണ്ടുപോയ ആളാ ആഞ്ജനേയൻ. നാക്ക് നിന്റെ കാവത് പോണ്ട. നിന്നെ ഞാൻ അതെ, എനിക്ക് ഭ്രാന്താ. കൊല്ലും ഞാൻ. മനസ്സിൽ കൊണ്ടിരുന്ന മോഹം പോലെ നിനക്കൊരു കോടീശ്വരി കിട്ടിയപ്പോ ഞാൻ ആരുമല്ലതായല്ലേ? ഒരു ഭാര്യ ഭർത്താവും. നിനക്ക് എന്താ പറ്റിയത്? നീ ഇത്ര മണ്ടിയായി പോയോ? നീ കരുതണ പോലെ എന്റെ മനസ്സിൽ ഒന്നുമില്ല ഗൗരി. വേണ്ട, കള്ളം പറയാ വെറുതെ. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ ആരെ പിടിച്ച സത്യം ചെയ്യണ്ടേ? ശ്രീരാമനാണ് സത്യം. ഹനുമാനാ പറയണേ. കണ്ട വാലി വാലി വാലി. എന്തോ അവളുടെ അധികാരവും അവകാശവും ഒക്കെ കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. ഒന്നും നീ കാര്യാക്കണ്ട. കൊച്ചുനാളില് മണ്ണപ്പച്ചുട്ട് കളിക്കുന്ന പ്രായത്തില് പിള്ളേര് കളിക്കുന്ന ഒരു തരം കളിയില്ലേ, ഈ അച്ഛനമ്മയും കളി, അത്രേ ഉള്ളൂ. അങ്ങനെ നീ കാണാവൂ. അതിന് ഭ്രാന്താ മോളെ. ശരിക്കും? ഇനി എനിക്ക് ഭ്രാന്താവൂ കേട്ടോ. വലത്തേക്ക് മിന് കടുപ്പത് പോണ. പറയുന്നുണ്ട്. ഒക്കെ ഞങ്ങള് കണ്ടു. എന്താ അമ്മയുടെ കാതിൽ പറഞ്ഞത്? കാതിൽ പറഞ്ഞ കാര്യം സാധിച്ചാലേ പുറത്തു പറയാൻ പാടുള്ളൂന്നാ. ഈ ഇടയായിട്ട് പെണ്ണിന്റെ മനസ്സിലെന്തോ പേടി കുടുങ്ങിയിട്ടുണ്ട്. ഒന്ന് പോടി. എന്തിനാ ഭഗവാൻ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? ഒഴിയാബാധയായി എൻ്റെ ഒപ്പം കൂടിയ പണ്ടാറം പിടിച്ച പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിവ് കൊടുത്ത് എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഒഴിവാക്കി എനിക്ക് എൻ്റെ ഗൗരിയായിട്ടുള്ള ജീവിതം തിരിച്ചു തരണേ. ഭഗവാനെ രക്ഷിക്കണേ. ഭഗവാനെ,
ആ പൂജപ്പെണ്ണിന് ഒരിക്കലും തിരിച്ചറിവ് കിട്ടരുത്. അതിന് നീ എന്റെ ബോധം വേണമെങ്കിൽ എടുത്തോ. എന്റെ സതീർത്ഥനും ആ പൂജപ്പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ. ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. പ്ലീസ് നിർത്ത്. ഇതിനൊരു കണക്കുണ്ട്. ഞാൻ കണക്കില് വീക്കാ. ഞങ്ങളവിടെ കല്ലുണ്ടാ വീക്ക്. വാ മക്കളെ, അമ്പാട്ടിയെ പ്രാർത്ഥിക്ക്. രാമാനുജ തേങ്ങ ഉടക്കടാ. ഭഗവാനെ പൊലിപ്പിക്കണേ. സർവൈക്കനങ്ങൾ എല്ലാം പെട്ടെന്നാണല്ലോ ഈശ്വര. എന്താടാ പട്ടി നീ ഉടച്ചത്? അത് പടക്കക്കടയും തേങ്ങക്കട അടുത്തടുത്ത്. ഇനി ചിലപ്പോ അത് വാ മോളെ, നീ വല്ലാണ്ട് കഴിഞ്ഞു. എന്നാലും ഭഗവതി ശത്രുവിന് പോലും ഇങ്ങനൊരു ഗതി വരുത്തില്ലേ അണ്ടവാ. ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാനുള്ള ഇതൊന്ന് പമ്പി കയറ്റി കൂടെ? എന്റെ വണ്ടിക്ക് അങ്ങനെയുള്ള അതിമോഹമൊന്നുമില്ല. നീ ഇങ്ങനെ ലൂണയും ചവിട്ടിയും മുനിവേഷം കെട്ടി ഒടുവിൽ ജമ്മം പാഴാവുന്ന എന്റെ സംശയം. 1-2 ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. ഒന്ന് വണ്ടി നിർത്തിയൻ. എന്തിനാ നിർത്തണ? കവച്ചാ പോരെ. ഇനി ഈ ബെൻസിന്നൊന്ന് ഇറങ്ങ്. എന്തിനാ? നിന്റെ ആഗ്രഹം പോലെ തന്നെ നിനക്ക് ചുളിയിൽ കോടീശ്വരനാവാനും എനിക്ക് ആ കോടീശ്വരന്റെ ആശ്രിതനാവാനും ദൈവം തന്നെ ഒരു അവസരം ഒരുക്കി തന്നിരിക്കുക. അത് നമ്മൾ മിസ് ചെയ്യരുത്. മനസ്സിലായില്ല? അതെ, അവൾ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വയം അവരോധിച്ചെങ്കിലും ഒന്നും നോക്കാതെ ആ സ്ഥാനം നീ ശരീരം കൊണ്ട് ഉപയോഗപ്പെടുത്തണം. എങ്ങനെ? അതെ, അവൾക്ക് തിരിച്ചറിവ് കിട്ടുന്നതിന് മുമ്പ് അത് സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും അവൾക്ക് നിന്നെ തള്ളി പറയാൻ പറ്റില്ല. പിന്നെ ആ ബംഗ്ലാവ് നിനക്ക് സ്വന്തം, ഞാൻ അതിന്റെ മാനേജർ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഇന്ന് രാത്രി ആ കുട്ടിയും അങ്ങുമായി സംഗമിക്കണം. സംഗമമോ? മനസ്സ് ചിത്തേക്ക് നോക്കണ്ടല്ല, എന്നെ ഇട്ടൊന്നുമില്ല. എടാ സതീർത്യ, ഇവിടെ മുനിമാര് പോലും സംഗമിച്ചിട്ടുണ്ട്. വിശ്വാമിത്രനും മേനകയും പരാശരനും മത്സ്യഗന്ധിയും എന്തിനേറെ ഈ ത്രിവേണി സംഗമം വരെ സംഗമിച്ചില്ലേ? അതിനിടയിൽ നിങ്ങളുടെ സംഗമം ഒരു സംഗമല്ല. അങ്ങനെ അവരെ പല ചായച്ച് സംഗമിക്കാനൊന്നും എന്നെ കിട്ടുന്നില്ല. ഞാൻ അത്രയ്ക്ക് വൃത്തിയായിട്ടൊന്നുമില്ല. ഓക്കെ ബഹളം വെക്കണ്ട. ഞാൻ ഒരു ത്യാഗം ചെയ്യാം. എന്ത് ത്യാഗം? ഞാനും ആ കുട്ടിയുമായി സംഗമിച്ചിട്ട് അതിലുണ്ടാവുന്ന ദിവ്യ ഉണ്ണികളുടെ ഫുൾ ക്രെഡിറ്റ് നിനക്ക് തന്നിരിക്കണു. എനിക്ക് വേറെ ഒന്നും വേണ്ട. പോരെ? അരുത് കാട്ടാളാ. എന്റെ വീട്ടിൽ മാത്രമല്ല, നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ ഇവനമ്പങ്ങളൊന്നും. നീ തന്നെ പറയ്, എത്രയെന്ന് കരുതിയ ആൾക്കാരെ ഇങ്ങനെ മണ്ടന്മാരാക്കുന്നത്? ഒക്കെ വിശ്വസിച്ച് കഴിയുക നിന്റെ അമ്മയും അമ്മുമ്മയും പിന്നെ ആ പാവം പയ്യനും. പ്രാരാബ്ധവും പ്രശ്നങ്ങളുമായി നടക്കുന്ന അവനെ ഓർത്തിട്ടെങ്കിലും നമുക്കിതൊന്ന് നിർത്തിക്കൂടെ? പടച്ചോരെന്ന് ഇരട്ട പേരിട്ട് അവനെ പലരും കളിയാക്കാറുണ്ട്. സത്യം പറഞ്ഞ അവനൊരു പടച്ചോൻ തന്നെയാ. ഒന്നിനൊരു കുറവും വരുത്താതെ ഒപ്പം പോറ്റി വളർത്തുന്ന ആ അനാഥ പിള്ളേരില്ലേ അവർക്ക്. അതെ, സ്വന്തവും ബന്ധവുമില്ലാത്ത വെറും അനാഥകൾ. ഒരിക്കൽ കൊടക് ബസ് സ്റ്റാൻഡിൽ വെച്ച് അതുങ്ങളുടെ അമ്മ അവനെ പറ്റിച്ചതാ. ഇപ്പൊ വരാന്നും പറഞ്ഞ് 3 കുട്ടികളെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവർ സ്ഥലം വിട്ടു. കുട്ടികളെയും കൊണ്ടവൻ പുലരുവോളം കാത്തിരുന്നു. പക്ഷേ വന്നില്ല. പിറ്റേന്നാണ് അറിഞ്ഞത് അവനെ വിട്ടിയാക്കി ആ സ്ത്രീ സൂത്രത്തിൽ തടിതപ്പിയെന്ന്. മക്കളെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചപ്പോ ആ കൈക്കുഞ്ഞിന്റെ കുപ്പായത്തിന്റെ കീശയ്ക്കുള്ളിൽ ഒരു എഴുത്തുണ്ടായിരുന്നു. പ്രാരാബ്ധം കാരണം മക്കൾക്ക് കൂടി വിഷം കൊടുത്ത് മരിക്കാനായിരുന്നു ആ അമ്മ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ സാധിച്ചില്ല. അമ്മയുടെ മരണവും ആ എഴുത്തിലെ രഹസ്യവും ഇന്നും അവൻ ആ കുട്ടികളെ അറിയിച്ചിട്ടില്ല. കുട്ടികൾക്ക് അനാഥത്വം തോന്നാതിരിക്കാൻ അമ്മ എഴുതിയ ആ എഴുത്ത് ഉടമ്പടി പ്രമാണമായിട്ട് അവൻ സ്ഥാപിക്കും. ആ കുട്ടികളുടെ സന്തോഷത്തിനായി മാസത്തിലൊരിക്കൽ കാശു മുടക്കിയവൻ കോടീശ്വരനാകും. അതൊക്കെയാ ആ പടച്ചോന്റെ തമാശകള്. 3 കുഞ്ഞുങ്ങളുടെ ജീവൻ അവനെ ഏൽപ്പിച്ച് രക്ഷപ്പെട്ട ഏതോ ഒരമ്മ ഇപ്പോ ആത്മരക്ഷയ്ക്കായി താവളം തേടിയെത്തിയ നീ. സത്യം പറഞ്ഞാൽ ആർക്കും അവനെ വിട്ടിയാക്കാം, എങ്ങനെയും പറ്റിക്കാം. രോഗിയുടെ ഇംപ്രൂവ്മെന്റ് അറിയാൻ, ഡോക്ടറുടെ വെളിപ്പെടുത്തൽ കേൾക്കാൻ പുറത്ത് ആധിയോടെ കാത്തിരിക്കുക ഒരു വശത്ത് അമ്മയും മറുവശത്ത് അവനും. നീ തന്നെ പറയേ,
അവരോട് എന്തു മറുപടിയാ ഞാൻ പറയേണ്ടത്? എല്ലാ കളിയും താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നെങ്കിലും ഇപ്പൊ എന്തോ എന്റെ ജീവന്റെ സുരക്ഷിതത്വം അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. മോളെ, ദൈവത്തിന്റെ അംശമൊന്നും അയാൾ കണ്ടിട്ടല്ല. ഒരുപാട് വെറുത്തപ്പോഴും എന്തോ ഒരു കൗതുകം. അതിനിപ്പോ എന്താ വിളിക്കുക, എങ്ങനെ പറയാ, ഒന്നും എനിക്കറിയില്ല. കഴിഞ്ഞ കഥകളോ വരാൻ പോകുന്ന ദുരന്തങ്ങളോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഏതൊരു പെണ്ണും ഒരു ജന്മം കൊണ്ട് ആശിക്കുന്നതിലപ്പുറം സന്തോഷത്തില ഞാനിപ്പോ. എനിക്കറിയാം ഈ ഒളിക്കലിനൊരു നീർക്കുമിളയുടെ ആയുസേ ഉള്ളൂന്ന്. ഒന്നും വേണ്ട അങ്കിൾ, പിടിക്കപ്പെടുന്നത് വരെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം. അതുവരെയെങ്കിലും. മോളെ, എങ്ങനെയുണ്ട് ഇപ്പൊ? എന്റെ കുട്ടിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഡോക്ടർ? മനുഷ്യന് പരിമിതിയുണ്ടല്ലോ. ഒക്കെ നിശ്ചയിക്കുന്നത് ഈശ്വരനാ. അവന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുക എല്ലാം. എല്ലാം കൊണ്ടും മോന് എന്റെ മോളൊരു ഭാര്യയല്ലേ? ഹേയ്, ഒക്കെ ഒരു കുട്ടിക്കളി, അങ്ങനെ കരുതിയിട്ടുള്ളൂ. കണ്ടില്ലേ, മൂന്നെണ്ണത്തോടൊപ്പം ഒന്നുകൂടി, അത്രേ ഉള്ളൂ. അമ്മ വിഷമിക്കണ്ട, ഒക്കെ നേരെയാവും. ഞങ്ങൾ പോവാ. വാ മോളെ. ഞാൻ എടുത്തോളാം മോളെ. പഠിച്ചോനെ, എന്നോട് കളിച്ച് അങ്ങനെ ഇരിക്കൂടാ, അങ്ങനെ വേണം. പഠിച്ചോനെ. ഒരു പെണ്ണിന്റെ ശബ്ദമാണല്ലോ കേട്ടത്. അപ്പോ അയ്യോ, നിന്നെ കാണിച്ചു തരാടാ. സോറി ഏട്ടാ, ഇനി മേലെല്ലാം ആവർത്തിക്കില്ല. ഏയ് പഠിച്ചോനെ, എന്താ വിളിച്ചത്? പടച്ചോനെന്ന്. തിരിച്ചറിവ് കിട്ടി. അയിലേ ഇവനിപ്പോ മീൻ കച്ചവടം തുടങ്ങിയ എന്ത് മീനോ? നോ മീൻ. നെയ്മീനോ? തിരിച്ചറിവ് കിട്ടി. ഓ, തിരുതാ കിട്ടിയോ? ഓടെ മണ്ണുണ്ണി, വിവരമുള്ളവരെ വിളിക്കടാ. ഓടാ മണ്ണുണ്ണി, വിവരമുള്ളവരെ വിളിക്കാൻ. അത് ഞാൻ കേട്ടല്ലോ. ദേ, നിങ്ങളുടെ പണ്ടാരക്കാലി മോൾക്ക് തിരിച്ചറിവ് കിട്ടി. എന്റെ ഇരട്ട പേര് വിളിച്ചു. വന്നെടുത്തോട്ട് പോ. വേമ്പാ വേമ്പാ.
എല്ലാം പടച്ചോനെ ആണ്ടവാ മൂകാംബികേ നാഥ സർവചരാചരങ്ങളെയും പടച്ച കൈലാസവാസ വിഷ്ണു ഈ കുടുംബത്തിന് നിത്യശാന്തി നൽകണമേ. എന്റെ യേശുഗുരുവായൂരപ്പ, അമ്മേ ഗണപതി മാതാവേ, ഹരഹരോ ഹരഹര, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവങ്ങൾക്ക് ഇങ്ങനൊരു കോമ്പിനേഷനോ? എന്റെ ഭർത്താവിനും മക്കൾക്കും ആയുസ്സും ഐശ്വര്യം നൽകി കാക്കണമേ. ആമേൻ. പടച്ചോനെ. എല്ലാരും എന്താ നോക്കി നിക്കണേ? സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലാച്ചാലോ? നിങ്ങക്ക് ഇവിടെ എന്താ കാര്യം? അത് വരുന്ന പഠിച്ചേ. അടുത്ത വീട്ടിൽ എന്താ നടക്കണെന്ന് എത്തി നോക്ക. വന്നോളൂ ഓരോന്നുങ്ങള്. നാശം. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ദൈവമുണ്ട്. ആ കുട്ടി ഒന്ന് പ്രാർത്ഥിച്ചു കരുതി താൻ എന്തിനാണ് കൂവി വിളിച്ച് ശല്യം ചെയ്യണേ? അല്ല, സത്യമായിട്ടും എന്റെ ഇരട്ട പേര് വിളിച്ചു. എന്തരട്ട പേരാ വിളിച്ചത്? പറയടോ. പടച്ചോനെ. പടച്ചോനെ തന്നെ പടച്ചോനെ എന്ന് വിളിച്ച പടച്ചോനെ പടച്ചോനെ എന്ന് ഇരട്ട പേര് വിളിച്ച് ഇവനെ കളിയാക്കിയ പടച്ചോ പോലും പൊറുക്കില്ല. ഒരു ചാൻസ് ഇട്ടപ്പോഴേക്കും തളപ്പെട്ട് കയറല്ലേ. പടച്ചോനെ പട്ടി. നീയായിരുന്നോ പട്ടി? നിന്റെ പാപ്പ. എനിക്ക് തോന്നിയതായിരിക്കൂ. പടച്ചോനെ. പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ. വഴിയിൽ ഉപേക്ഷിച്ചിട്ട് വരാൻ എന്താ കരിമ്പൂച്ചയാ? മനുഷ്യനായ എത്ര ക്രൂരത പാടില്ല. ഇങ്ങോട്ട് വരട്ടെ, കഴിച്ചോളൂ കേട്ടോ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വെള്ളം കുടിച്ചോളൂ. ആരും ഓർക്കുന്നുണ്ടാവും, അതുകൊണ്ടാ. ഓർത്തത് വേറെ ആരുമല്ല, ഞാൻ തന്നെടാ തെണ്ടി. പിടിക്കേണ്ടടുത്ത് തന്നെ പിടിച്ച് നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ? ഉരുട്ടി വിഴുങ്ങവൻ. ചേച്ചിയാ? ഞങ്ങളുടെ അവിടെ പെണ്ണുങ്ങളെ ചേച്ചിന്ന് വിളിക്കാം. ഈ പാവത്തിന് ഒരു മൃഗത്തെ പോലെ വഴി കൊണ്ട് തള്ളിയതും പോരാ, വീണ്ടും വന്ന ആളാവുക. പാവോ? ത്യാഗം ചെയ്യാൻ ഇറങ്ങി തിരിച്ച ചെറ്റേവൻ. ചെറ്റയുടെ ചാ പാച്ചയുടെ ചായണോ? മതി, മതിയായിട്ടില്ല. ഉപദ്രവിച്ചിടത്തോളം പോരെ. ആരായാലും ഈ വീട്ടിൽ ഞാൻ പറയണ കേട്ടാ മതി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തെ കയറ്റം കൊള്ളൂല അവന്. എന്നാ നീ എന്നെ ഫ്ലൈറ്റ് കയറ്റാ. അയ്യോ പണ്ടാറാണ് ഇവനെ എന്റെ മുഖത്തൊക്കെ എന്താ പറഞ്ഞെന്നറിയോ? ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു. പറഞ്ഞു. രാമാനുജനത് ആവശ്യപ്പെട്ടതിൽ എന്താ തെറ്റ്? ചേച്ചി എന്നെ പറ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ആത്മസുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റൂ? അതൊരു കുറ്റാണോ? ഒരു കുറ്റമില്ല. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ലത് ഉപദേശിച്ച് ആർക്കും പിടിക്കില്ല. ഏതായാലും ഭക്ഷണം മുടക്കണ്ട, ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഓഹോ, അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടെയാണല്ലേ നീ ഇവനെ ഉരുട്ടുരുട്ടി തീറ്റണത്. കൂട്ടല്ലേ കൂട്ടല്ലേ? ഭാര്യ ഭർത്താക്കന്മാരുടെ ശ്രേയസിനും ആയുസിനും വേണ്ടി ദേവി പ്രീതിക്ക് ഇവിടുത്തെ ആചാരപ്രകാരം ഒരു ഉമ്മത്താട്ട് ചടങ്ങുണ്ട്. അല്ല, ഉമ്മത്താട്ട് ചടങ്ങ്. അത് നടത്തണമെന്ന് രാമാനുജൻ പറഞ്ഞു. അതിലെന്താ അത്ര വലിയ തെറ്റ്? ഉമ്മത്താട്ടോ? സ്വന്തം ഭർത്താവ് എതിർത്തപ്പോ ഒരു ആത്മസുഹൃത്ത് എന്നുള്ള നിലയില് രാമാനുജൻ നടത്താന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഏതായാലും ആ വഴിപാട് ഞാൻ നേർന്നു കഴിഞ്ഞു. ചേച്ചിയുടെ എല്ലാ വഴിപാടും ഞാൻ കൂട്ടുണ്ടാവും. അയ്യോ, പായസം ഉണ്ട്, മറന്നുപോയി. പായസോ? നിനക്ക് പായസത്തിന്റെ പാഷണം കഴിക്കി തരണോ പട്ടി? തൊട്ട് കളിക്കരുത്. ഇപ്പൊ എന്റെ സ്പോൺസർ ചേച്ചിയാ. നീ വിവരം അറിയും. ചേച്ചി മീശ വെച്ച് നടന്നുണ്ടായില്ല. പുരുഷനായാൽ ആണത്തം വേണം. അകത്ത് സ്വർണ്ണ നിക്ഷേപം വെച്ച് പുറത്ത് പിച്ചെടുക്കുന്ന ഒരു ലോക മണ്ടന നീ. പക്ഷേ ഈ ശുക്രരാശിക്കാരൻ പിന്മാറില്ല. നിന്നിലൊരു കുഞ്ഞിക്കാല് കണ്ടിട്ടേ ഞാൻ പിന്മാറുള്ളൂ. അതിനുള്ള പാലം ഞാൻ പോണത് കഴിഞ്ഞുടാ. എന്റെ പഴനിമലാണ്ടവനെ മുരുക, ഇവന്റെ ആഗ്രഹം നടക്കാതെ പോയാൽ ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇവന്റെ തല മൊട്ടയടിച്ചേക്കാമേ. നീ അവിടെ പോയിട്ട് മൊട്ടയടിക്കണ്ടാ, ഞാൻ ഇവിടെ തന്നെ വെച്ച് അടിച്ചു തരാടാ. എന്നാ ഹരഹരോ ഹരഹര. ഇന്ന് കറുത്ത വാവ്, നാൽക്കാലികളും ഇരുകാലികളും കാമ പരവശരാവുന്ന ദിവസം. ശുഭലക്ഷണം. ഇനിയുണ്ടാ? നിനക്കിത് എവിടെ വെക്കാനാ? ഇതാരാ കുചേലൻ ചേട്ടൻ? ഇങ്ങനൊരു കൂടിക്കാഴ്ച ഞാനും ആഗ്രഹിച്ചതായിരുന്നു. ഇതെന്താ മുരിങ്ങക്കായ ഹോൾസെയിൽ വെച്ചിടുന്നു? അതെ, മുരിങ്ങക്കായ മുതൽ നായ്ക്കറിന പരിപ്പ് വരെയുള്ള സകല ഉത്തേജക മരുന്നുകളും ഈ സഞ്ചിലുണ്ട്. എന്തിനാ?
അമാവാസ്യ തൊമാവാസ്യ ദർശ സൂര്യേന്ത് സംഗമ എന്ന് വെച്ചാ മനസ്സിലായില്ല അല്ലേ? ഇല്ല. അമാവാസ്യ തൊമാവാസ്യ ദർശ സൂര്യേന്ത് സംഗമ എന്ന് വെച്ചാൽ താമസിയാതെ കൊട്ടാരത്തിലെ പൂജക്കുഞ്ഞ് സിദ്ധാർത്ഥന്റെ കുടിലിൽ വെച്ച് ദിവ്യഗർഭം ധരിക്കും. സിദ്ധാർത്ഥൻ കോടീശ്വരനാവും. പിന്നെ ആ ബംഗ്ലാവിന്റെ സർവവും ഈ ഞാൻ രാമാനുജൻ. ഇതാര് സ്പോൺസർ ചെയ്തു? ഞാൻ തന്നെ. കണ്ടില്ലേ, അതിനുള്ള സകല ഒരുക്കങ്ങൾ ഇതൊക്കെ. മറന്നിട്ടില്ല, ധനുമാസത്തിൽ ആദ്യ ബുധനാഴ്ച ഒരു കുചേല ദിനത്തിന്റെ അന്ന് ഈ കുചേല ഭക്തനെ കുനിച്ചു നിർത്തി താൻ മുതുകിൽ തൊഴിച്ചത് ആ കുചേല ഭഗവാനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അതേ ബംഗ്ലാവിൽ താൻ തൊഴിച്ച അതേ മുതുകിൽ തന്നെ കൊണ്ട് ഞാൻ തിരുമ്പിക്കും. ഇത് സത്യം, സത്യം, സത്യം. രാവിലെ സല്യൂട്ട് ചെയ്തല്ലോ സാർ. എന്താടോ താനെന്താ സ്റ്റേഷന് മുന്നിൽ ഒന്ന് ഡാൻസ് കളിക്കുന്നത്? 4-3-7 ഇതറിയാനാണോ താൻ നിലവിളിച്ചോണ്ട് ഇങ്ങോട്ട് ഓടി വന്നത്? കൂടാകിലല്ല, ലോകത്ത് ഏത് രാജ്യത്തും 4-3-7 5-2 അതും 7 തന്നെ. 6-1 സംശയമില്ല, 7 തന്നെ. അപ്പൊ 10-3 പോയാലോ? 5 എത്രയാ? 10. എടോ 5 പടി ചൊല്ലിച്ച് പോലീസിനെ കണക്കൊടുപ്പിക്ക. അല്ല, എല്ലാവരുടെയും കണക്കൂട്ടലുകൾ പിഴച്ചു എന്നറിയിക്കാനാ. എങ്ങനെ പഴിച്ചു? സാറല്ലാതെ ആ എണ്ണം കെട്ട കുറുക്ക സിദ്ധാർത്ഥനെ ആ സുന്ദരി കോഴിക്ക് കാവൽ നിർത്തോ? അതിനിപ്പോ എന്താ സംഭവിച്ചത്? ഇനി എന്ത് സംഭവിക്കാനാ അറിയോ? ഇല്ല. ഇന്ന് കർത്തവാവാ. അതുകൊണ്ടെന്താ? അവൻ അവിടെ ഉത്തേജകം മരുന്ന് കഴിച്ച് വിത്ത് ആളാവാൻ പോവുക. മുരിങ്ങാച്ചണ്ടി മുതൽ വാഴപ്പിണ്ടി വരെ അവനെ കൊണ്ട് തീറ്റിക്ക ആ രാമാനുജൻ. ചക്കര കൊടുത്ത് കൈയിട്ടല്ലാക്കാത്തവരുണ്ടോ? അതില്ല, നക്കിയോ? നക്കും. എങ്കിലും അവനെ ഞാൻ പൊക്കും. ഗാഡി സ്റ്റാർട്ട് മാടി. This program is sponsored by Tayunni. ചേട്ടാ, ഒന്നുപോലും ബാക്കി വെക്കരുതേ. തൊലി ബാക്കി വെച്ചോട്ടെ. ഓ, ചെറുപ്പം മുതൽ ചേട്ടന് മുരിങ്ങയ്ക്ക ഇഷ്ടാണെന്ന് രാമാനുജൻ പറഞ്ഞു. പാട്ടി അതുകൊണ്ടാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് മുഴുവൻ ഉണ്ടാക്കിയത്. കഴിക്കേട്ടാ. എന്തിനാ വാക്കത്തി വെച്ച് പറയണേ? സ്നേഹം കൂടിയിട്ടാ, ഇല്ലെങ്കിൽ ഏട്ടൻ കഴിക്കില്ല. എത്ര ഇടി വെട്ടണു, അതിലൊരെണ്ണം തരില്ല. ഇടിവെട്ട് കഴിച്ച കരിഞ്ഞു പോകും. ഓടവന്നീ. എലിപ്പനി, ഡെങ്കമ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തർ ചത്ത് പണ്ടാറടങ്ങണ്. അതിലൊന്നും പെടാതെ എന്റെ കാലിനായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല. കേട്ടോ ചേച്ചി, ഞാനൊരു നല്ല കാര്യം ചെയ്തപ്പോ ഇവൻ എന്റെ മെക്കെട്ട് കയറാ. ചെറുപ്പത്തിലിപ്പോ മുരിങ്ങക്കായ എവിടെ കണ്ടാലും മോഷ്ടിക്കും. അത്രക്ക് ഇഷ്ടായിരുന്നു. അന്നിപ്പോ മുരിങ്ങക്കോല് പോലെ ഇരുന്നേ, ഇന്നിപ്പോ മുരിങ്ങക്കോലിന് കൈയും കാലും വെച്ചതുപോലെ ഉണ്ട്. കാമദേവന്റെ കാരുണ്യം. എന്താ പറഞ്ഞേ? ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞതാ. ഒരു പോലീസ് വണ്ടിയുടെ ശബ്ദമാണോ കേട്ടത്? എന്താ സാർ പെട്ടെന്ന്? പെട്ടെന്ന് വന്നത് ഉദ്ദേശിച്ച കാര്യത്തിന് തടസ്സമായ? അങ്ങനെയൊന്നുമില്ല. ഏമ്പക്കത്തിന് എന്താ ഒരു കാളക്കൂറ്റന്റെ അലർച്ച? എനിക്കറിയില്ല സാർ. അതിപ്പോ വാവ് ദിവസം ആയതുകൊണ്ടായിരിക്കും. തന്റെ മുഖത്തുണ്ടാ ഒരു കള്ള ലക്ഷണം? ഞാനിപ്പോ വളരെ ഡീസന്റ്. ഡീസന്റ് നല്ല ആളാ. പക്ഷേ മുഖത്തത് കാണുന്നില്ല. അയ്യോ സാർ, അവൻ ഇപ്പൊ തന്നെ മോഹം കഴിയുള്ളൂ. ഒലിച്ചു പോയിണ്ടാവും. ഇയാളാരാ? ഞാനാ. എന്താ തന്റെ പേര്? രാമാനുജൻ. രാമന്റെ ഏതനുജൻ? ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, നകുലൻ, സഹദേവൻ, ഇതിലേതാ താൻ? ഇതിലൊന്നും പെടാത്തൊരു അനുജനാ. ദശരഥന് ഞാൻ അറിയാത്ത ഒരു ജാരസന്തതിയോ? സാറിന് മീശന്റെ എങ്ങനെ ഇരിക്കണേ? മീശ ജിമ്മിന് പോണ്ടോ? പിന്നെ എങ്ങനെയിരിക്കണ റാസ്കൽ? പേരിൽ തന്നെ തരികട, ഇപ്പൊ പ്രവൃത്തിയിലും പോലീസുകാരെ കളിയാക്കുന്നോടാ. എനിക്ക് വീട് സെർച്ച് ചെയ്യണം. വീട് മക്കളെ. അവിടെ ഒന്നുമില്ല സാർ. സാർ സംശയിക്കരുത്. ഇതെന്താ മുരിങ്ങയ്ക്ക ഫെസ്റ്റിവല്ലോ? പൊങ്ങല. തമിഴ്നാട്ടിലൊരു വിശേഷ നേർച്ച. പൊങ്കൽ നേർച്ച. ഇവൻ നേർന്നു, ഞാൻ തിന്നു. എനിക്ക് അത്ര അറിയുള്ളൂ സാർ. ഞാൻ നിരപരാധിയാണ് സാർ. നീ മിണ്ടരുത്. നിങ്ങളുടെ എല്ലാ പ്ലാനിങ്ങും എനിക്ക് മനസ്സിലായി. പാൽ ചട്ടിക്ക് പൂച്ചയെ കാവൽ നിർത്തിയ നീ ഇങ്ങോട്ട് വേടാ. കാമദേവാ, ആ തീൻമേശ അവന്റെ കൈമ വിലങ്ങ് വെക്കരുത്. ഇപ്പോ ഈ നിമിഷം നീ അവളെ വിളിച്ചോണ്ട ബംഗ്ലാവിലോട്ട് താമസം മാറണം. ബംഗ്ലാവിലേക്കോ? പെട്ടെന്നിങ്ങനെ വേലി തന്നെ വിളവ് തിന്നുന്ന കാലമാ. അവളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ ഏർപ്പാടാക്കിയത്. ഇപ്പൊ നിന്നെ നിരീക്ഷിക്കേണ്ട ഗതികേടാണ് എനിക്ക് വന്നിരിക്കുന്നത്. അവിടെ ആവുമ്പം ആ അമ്മമാരുടെ ഒരു നോട്ടം നിന്നിൽ എപ്പോഴും ഉണ്ടാവും. സാറ് തന്നെ പറയും. ബംഗ്ലാവിലോട്ട് താമസം മാറ്റണമെന്ന് ഞാൻ എങ്ങനെയാ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താ? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തെ പേടിച്ചോണ്ട് മാത്രമല്ല ഇങ്ങനൊരു തീരുമാനം. ആ കുട്ടിയുടെ അമ്മ എന്നെ ഒന്ന് കണ്ടിരുന്നു. സ്വന്തം മോളെ വെളിപ്പാടകലെ കണ്ട് ഒരു അന്യെ പോലെ കണ്ണീര് കുടിച്ച് ജീവിക്കേണ്ട ദുർവിധി ഒരമ്മയ്ക്കും ഉണ്ടാവില്ല.
നൂറുകൂട്ടം അസുഖങ്ങളുള്ള ഒരു അമ്മൂമ്മയാ കൂടുള്ളത്. മനോവിഷം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ തീരാ ദുഃഖത്തിന് ആര് സമാധാനം പറയും? ഒന്നും വേണ്ട, ആ ബംഗ്ലാവിൽ ഈ കുട്ടിയുടെ സാന്നിധ്യം അത് മാത്രം മതി അവർക്ക്. എന്തെങ്കിലും സൂത്രം പറഞ്ഞ് നീ അവളെ സമ്മതിപ്പിക്കണം. നിനക്കതിന് പറ്റും. ആ ഇവിടെ നിക്ക. ഇതെന്താ കണ്ണ് കലങ്ങിയിരിക്കണേ? പുക ഊതിയപ്പോ എന്തോ കണ്ണിൽ പോയതാ. ഇനി അങ്ങോട്ട് എന്റെ പൂജക്കുട്ടി വെച്ചു വിളമ്പാനോ ഇങ്ങനെ പുകയൂതി കണ്ണ് കളയാനൊന്നും നിക്കണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. താമസക്കാരെ അടക്കം ആ ബംഗ്ലാവ് ഞാൻ വിലക്ക് വാങ്ങിച്ചു. നമ്മുടെ സെക്കൻഡ് ഹാൻഡ് കളക്ഷൻ പോലെ ചുളുവിലക്ക് ഒത്തിട്ട് ഇപ്പൊ വാങ്ങിച്ച. എന്തിനാ അത്? ദാരിദ്ര്യാണെങ്കിലും ഇവിടുത്തെ ഇണക്കത്തിന്റെ പിണക്കത്തിന്റെ സുഖം അവിടെ കിട്ടുമോ? ഈ വീട്ടിലെ നേരും സന്തോഷവും എന്ത് കൊടുത്താലും ആ കൊട്ടാരത്തിൽ നമുക്ക് കിട്ടില്ല. ഒക്കെ കാണുമ്പോഴുള്ള കൗതുകേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മക്കള് ഭയങ്കര സന്തോഷത്തിലാ. കണ്ടില്ലേ? അമ്മ അമ്മ പ്ലീസ് അമ്മ നമുക്ക് ബംഗ്ലാവിലേക്ക് പോവാം അമ്മ. കണ്ടോ? എങ്കിൽ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. ആ വഴിപാട് നടത്തിയിട്ട് ഞാൻ ആ വീടിന്റെ പടി കയറുള്ളൂ. എന്ത് വഴിപാട്? ഉമ്മത്താട്ട്. ഉമ്മത്താട്ടോ? ആ അങ്ങനെയാണെങ്കിലേ ഞാനുള്ളൂ. ഉമ്മത്താട്ടെങ്കി ഉമ്മത്താട്ട്.